നല്ല രസമുള്ള സീരീസാണ്. വിഷ്ണുവിൻ്റെ നല്ല വർക്കാണ്. അജുവും നീരജും എല്ലാം രസമുണ്ട്. ആൻ സലീം ഓൾസോ ഹാസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. നല്ല പെർഫെക്റ്റ് കാസ്റ്റിംഗ്, നല്ല ഫ്ലോ ഉണ്ട്. ഒരു ഫുൾ ലെങ്ത് ആക്ച്വലി വെബ് സീരീസ് നമ്മൾ കണ്ടിന്യൂസ്ലി കാണുമ്പോഴുള്ള ഒരു ഫീലും അത് എപ്പിസോഡായിട്ട് കാണുമ്പോഴുള്ള ഫീലും ഡിഫറെൻ്റ് ആണ്. ഹിയർ കാസ്റ്റിംഗ് വാസ് വെരി ഗുഡ് ആൻഡ് ദേ ഹാവ് ഡൺ എ ഗുഡ് ജോബ്. ആൾക്കാരും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതല്ലാതെ തന്നെ ഞാൻ നല്ല ഫ്ലോയിലാണിത് കണ്ടുകൊണ്ടിരുന്നതും. എനിക്ക് അതിനകത്തുള്ള ആ ഒരു കോമ്പിനേഷൻ, ലവിൻ്റെയും വീട് പണിയുടെയും കോമ്പിനേഷൻ നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ അത് അതിൻ്റെ അറ്റൻഷൻ അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾ കണ്ടത് 4 എപ്പിസോഡാണ്. ഈ 2 എപ്പിസോഡും കൂടെ ഉണ്ട്. അത് ഇറങ്ങിയ ഉടനെ കാണണം. നല്ല രസമുണ്ട്. പറയുന്ന ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. വീട് പണിയും ചെറിയ റൊമാൻസൊക്കെ ആയിട്ട് നീരജ് ഭയങ്കര രസമുണ്ട്. ഗൗരിയും നല്ല രസമുണ്ട്. അജുവേട്ടൻ അടിപൊളിയായിട്ടുണ്ട്. അജുവേട്ടൻ്റെ പേര് ആൻ സലീം, അവർ നന്നായിട്ടുണ്ട്. പിന്നെ അച്ഛനമ്മമാരായിട്ട് അഭിനയിച്ചവരൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് വിഷ്ണു നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഭയങ്കര റിലേറ്റബിളാണ്. ഹ്യൂമറൊക്കെ നല്ല രസമുണ്ട്. ഡ്രാമയും ഭയങ്കര രസമുണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ്. അങ്ങനെ താങ്ക് യു. ശരി, താങ്ക് യു. സിനിമയൊക്കെ ഹോട്ട്സ്റ്റാറിൽ വരുന്നുണ്ട്. ആകെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേക്കിന് ശേഷമാണ് ഇങ്ങനെ ഒരു റിലേറ്റബിൾ ക്യാരക്ടർ ചെയ്യുന്നത്. നമ്മളൊരു എന്താ പറയുക, ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ക്യാരക്ടർ. ഞാൻ ഈ അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള കഥാപാത്രം നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആളുകൾ ഇഷ്ടപ്പെട്ട വടക്കൻ സെൽഫിയും സപ്തമശ്രീയിലൊക്കെ പോലുള്ള ആ ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ലൈക്കബിൾ ക്യാരക്ടറിലെ വീണ്ടും ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ആൻഡ് നമ്മളുടെ പ്രിവ്യൂവിന് വിളിച്ചെത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും ജിയോ ഹോട്ട്സ്റ്റാർ ആയതിനു ശേഷം വരുന്ന ആദ്യത്തെ സീരീസാണ്. അപ്പോൾ ഇതിൽ അജുവേട്ടൻ ഇന്നിവിടെ വരാൻ പറ്റിയിട്ടില്ല. അജുവേട്ടൻ അതിനകത്ത് അഭിനയിച്ച മറ്റ് ആക്ടേഴ്സ് ആൻ സലീം, ഗൗരി, എൻ്റെ പേരായിട്ട് അഭിനയിച്ച ഗൗരി, ഇവരെല്ലാവരും ഇതൊരു എൻസെമ്പിൾ കാസ്റ്റിൻ്റെ പരിപാടിയാണ്. അപ്പം ഐ ഫീൽ മലയാളത്തിൽ ഈ ഒരു വർഷം ഞാൻ വീണ്ടും RDXന് ശേഷം ഒരു ഗ്യാപ്പായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് വോണ്ട് ടു ടെൽ പീപ്പിൾ ദാറ്റ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഈ വർഷം മലയാളത്തിൽ കൂടുതൽ പ്രൊജക്റ്റുകൾ ഫോക്കസ് ചെയ്യാണ്. എന്താ പറയുക, ഹ്യൂമർ, അതുപോലെ ആൾക്കാർ ഇഷ്ടപ്പെട്ട എൻ്റെ പഴയ വേഷങ്ങൾ പോലുള്ള കഥാപാത്രങ്ങൾ വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കമായിരിക്കും ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. താങ്ക് യു. നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. കാരണം നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ എന്ത് നടക്കുന്നു, നമ്മൾ എന്ത് കാണുന്നു, അതൊക്കെ തന്നെയാണ്. നീരജൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. അജിച്ചേട്ടനൊക്കെ രസമായിട്ടുണ്ട്. ഈ ക്യൂട്ട് മൊമെൻറ്റ്സ് ഇല്ലേ, ഈച്ച് മൊമെൻറ്റ്സും രസമുണ്ട്, ബോറടിക്കില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ കാണിച്ചേക്കുന്നത് ഇപ്പോൾ 4-5 എപ്പിസോഡാണ്. പക്ഷേ 4 എപ്പിസോഡാണ്. അത് നല്ല കിടിലായിട്ടുണ്ട്. ഒന്ന് നോക്കടാ. ഓക്കെ, നല്ല എൻ്റർടൈനിങ് ആണ്. നല്ലതാണ്. നന്നായിരിക്കും. നല്ല സൂപ്പർ ഫാമിലി കാണാൻ പറ്റുന്ന നല്ലൊരു, എല്ലാവരും കാണണം. ഒരുപാട് എൻജോയ് ചെയ്തു. ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് അൺഫോർച്ചുനേറ്റ്ലി മിസ് ചെയ്തു. പക്ഷേ എന്നാൽ പോലും 2nd, 3rd and 4th വാസ് സോ ഗുഡ്. നല്ല രസമായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ പെയറിംഗ് ഒക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. നീരജിൻ്റെയും ഗൗരിയുടെയും ആണെങ്കിലും അജുവേട്ടൻ്റെയും ആൻ്റെ ആണെങ്കിലും നല്ല രസമായിട്ടുണ്ട്. അവരുടെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള റൊമാൻസാണ് കാണിക്കുന്നത്. സോ ഐ കുഡ് കം ആൻഡ് വാച്ച്. ശരി. ഞാനും കൂടെ ആക്ട് ചെയ്തതല്ലേ, അപ്പം ഞാൻ എങ്ങനെ അഭിപ്രായം പറയും. എനിക്ക് വളരെ സന്തോഷമായി. പിന്നെ തീർച്ചയായിട്ടും ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര നന്നായിട്ടുണ്ട്. പിന്നെ ആക്ച്വലി നമ്മളിവിടെ ഇപ്പോൾ മൊത്തം അല്ല നമ്മൾ കാണിച്ചത്, എങ്കിൽ പോലും ഞാൻ മൊത്തം കണ്ടതാണ്. ഭയങ്കര രസമായിട്ടുണ്ട്. എല്ലാവരും കാണുമ്പോൾ ഇഷ്ടമാവും. എല്ലാവരും കാണണം ഹോട്ട്സ്റ്റാറിൽ വരുമ്പോൾ. താങ്ക് യു. തീർച്ചയായിട്ടും അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. അടിപൊളി, സൂപ്പർ. എനിക്ക് എല്ലാവരും പെർഫോമൻസാണ് ഹൈലൈറ്റ്. നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്, സ്ക്രിപ്റ്റ് എല്ലാം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. ക്യാരക്ടേഴ്സ് ഭയങ്കര ഫേവറേറ്റ്. ഇപ്പോൾ നീരജേട്ടനാണെങ്കിലും അജിച്ചേട്ടനാണെങ്കിലും, അജിച്ചേട്ടനെയും ഇവരുടെ രണ്ടുപേരും പെർഫോമൻസ് ഭയങ്കര ഒരു ഫേവറേറ്റ് ആക്കും ഓഡിയൻസിനെ.
എനിക്ക് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇനി വരാനിരിക്കുന്ന 2 എപ്പിസോഡുകൾക്ക് വെയിറ്റിംഗ് ആണ്. എനിവേ ഓൾ ദി വെരി ബെസ്റ്റ്. രഞ്ജിത്തേട്ടനെ പോലുള്ളൊരു പ്രൊഡ്യൂസർ ഇത്തരത്തിലുള്ള നല്ല രസമുള്ളൊരു ഫാമിലിക്ക് റിലേറ്റ് ആവുന്നൊരു കണ്ടൻറ്റ് കൊണ്ടുവന്നു. വിഷ്ണു അത് നന്നായിട്ട് ചെയ്തു. പിന്നെ എല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ്, അപ്പോൾ അത് കാരണം തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. ഏതായാലും എനിവേ ഓൾ ദി ബെസ്റ്റ് എല്ലാ ടീമിനും. ഓക്കെ, നല്ല ഹോപ്പ്ഫുള്ളി ഇത് ഹോട്ട്സ്റ്റാറിൽ നല്ലൊരു വൻ വിജയമാവട്ടെ. എസ്പെഷ്യലി സാന്ത്വനം നമ്മുടെ തന്നെ ടീമാണ്, രജപുത്രയുടെ വർക്കാണ്. സോ അവർക്ക് എല്ലാവിധ ആശംസകളും. നന്നായി ചെയ്തിട്ടുണ്ട്, നല്ല വർക്കാണ്. സോ ഓൾ ദ ബെസ്റ്റ്. നല്ല സീരീസാണ്. വിഷ്ണുവിനെ നേരത്തെ അറിയാം, അജുവേട്ടനും നീരജും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എൻഗേജിങ് ആണ്, ഒരിക്കലും ബോറടിക്കാതെ നല്ല രീതിയിൽ തന്നെ കണ്ടുകൊണ്ടിരുന്നു. എവറി എപ്പിസോഡ് വാട്ട് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. കൺഗ്രാറ്റ്സ് വിഷ്ണു, എല്ലാവർക്കും. നീരജ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. താങ്ക് യു. ഞങ്ങളുടെ സീരീസാണ്. കണ്ടിരുന്നോ? ഇഷ്ടമായോ? ഓക്കെ, സന്തോഷം. ചെറിയൊരു സീരീസാണ്, കുഞ്ഞു സീരീസാണ്, 6 എപ്പിസോഡേ ഉള്ളൂ. റോം കോം ആണ്, റൊമാൻറ്റിക് കോമഡി ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്തായാലും കാണണം. പെട്ടെന്ന് ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോലെ ജസ്റ്റ് 3 hours ഒക്കെ ഒരു പരിപാടിയാണ്. 3 hours ഒറ്റ സ്ട്രെച്ചിൽ കാണാം. ഇറ്റ്സ് എ വെരി ഈസി വാച്ച്. റിലേറ്റബിൾ ആണ് എല്ലാ ക്യാരക്ടേഴ്സും. പിന്നെ അതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ വിഷ്ണു വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില രീതിയിലാണ്. ആൻഡ് അജുവേട്ടൻ ഇന്നിവിടെ ഇല്ല, ആൻഡ് ഗൗരിക്കും വരാൻ പറ്റിയിട്ടില്ല. ബാക്കി നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ കാസ്റ്റിംഗ് ക്രൂ ഇവിടെ ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് പറയാനുള്ളതൊന്നുമില്ല. എല്ലാവർക്കും അറിയുന്ന നിങ്ങളുടെ അടുത്ത വീട്ടിലുള്ള കഥാപാത്രങ്ങളാണ്. സോ ഞങ്ങളുടെ ടാഗ്ലൈൻ തന്നെ മോസ്റ്റ് റിലേറ്റബിൾ സീരീസ് എന്നുള്ളതാണ്. അതിൽ കൂടുതൽ കണക്റ്റഡ് ആണ്. അതെ, എൻ്റെ അമ്മയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളാണ്. അപ്പോൾ എല്ലാവരും കാണുക, എല്ലാവരോടും കാണാൻ പറയുക. നമ്മളെല്ലാവരും കണ്ടിട്ട് ഇനി പറയാം. ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു വെച്ചാൽ നിങ്ങൾ കണ്ടവരാണ് പറയേണ്ടത്. ഇതിൻ്റെ ഒരു ഫുൾ എപ്പിസോഡുകൾ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ 4 കണ്ടു. ഇനി 2 കാണാൻ എനിക്ക് തന്നെ വലിയൊരു താല്പര്യത്തോടെയാണ് ഞാൻ ഇരിക്കുന്നത്. അത്ര നൈസായിട്ടുള്ളൊരു മൂവിയാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലല്ല, ഒരു വ്യൂവർ എന്നുള്ള നിലയിൽ, പിന്നെ ഇതിൽ അഭിനയിച്ച ഒരാളെന്നുള്ള നിലയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ബാക്കി എപ്പിസോഡ്സും കൂടി എല്ലാവരും കാണുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പരമാവധി ഇത് നിങ്ങൾ പൊക്കിക്കൊടുന്ന് തരണം. ഓക്കെ, താങ്ക് യു. സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി പെട്ടെന്ന് അജുചേട്ടനെ വിളിക്കണം എന്നാണ് തോന്നുന്നത്. അജുചേട്ടൻ സോ ക്യൂട്ട്, എന്ത് രസമാണ് ചെയ്യണതാണ്. ഓരോ എക്സ്പ്രഷനും എനിക്ക് കൂടുതൽ അജുചേട്ടൻ്റെ പോർഷൻസ് കാണാനാണ് ഭയങ്കര രസമുണ്ടായിരുന്നത്. പിന്നെ ഇതുവരെ നമ്മൾ മലയാളത്തിൽ കണ്ട സീരീസ് വെച്ചിട്ട് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. ഒരു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന സിറ്റുവേഷണൽ കോമഡീസ് കുറേ ഉണ്ട്. അതുപോലെ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. വീട് പണി ചെയ്തിട്ടുള്ളവർക്കും രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടുള്ളവർക്കും അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ എം വെയിറ്റിംഗ് 28th ഇതിൻ്റെ ബാക്കി കാണാൻ വേണ്ടി. താങ്ക് യു സോ മച്ച്. പറഞ്ഞാലും നമ്മളുടെ സീരീസാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുള്ള ഞാനും ആദ്യമായിട്ടാണ് കാണണേ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഇനി അടുത്ത 2 എപ്പിസോഡും കൂടാണുള്ളത്, അത് കാണണം എന്ന് തന്നെ തോന്നിയത്. സ്പെഷ്യലി അജുചേട്ടൻ്റെ പോർഷൻസൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴും തിയേറ്ററിലെ റെസ്പോൺസ് നമുക്ക് അങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഓഡിയൻസ് എൻജോയ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ OTT കണ്ടിട്ട് ബാക്കി പറയും. താങ്ക് യു. അടിപൊളിയായിരുന്നു. നമ്മൾ നല്ലോണം എൻജോയ് ചെയ്തു. കുറേ ചിരിക്കാനുണ്ടായിരുന്നു. അപ്പം കുറേ കാലത്തിന് ശേഷമാണ് അങ്ങനെ ഒരു വെബ് സീരീസ്, അങ്ങനെ കുറേ ത്രില്ലറും പരിപാടിയൊക്കെ വന്നു. ഇങ്ങനൊരു ഫുൾ ഓൺ ഫൺ പാക്ഡ് ലൈറ്റ് ഹാർട്ടഡ് ഒരു വെബ് സീരീസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായി പെർഫോം ചെയ്തിട്ടുണ്ട്. നീരജ്, ഗൗരി, അജുചേട്ടൻ്റെ പേരായിട്ട് അഭിനയിച്ച അതെ, പേരൻസ് ആയിട്ട് ചെയ്തത് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം വിഷ്ണുവിൻ്റെ വാശിയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഒരു സിനിമയ്ക്ക് ശേഷം ഒരു വെബ് സീരീസ് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നൊരു നമുക്കൊരു സിനിമ കാണുന്ന ഫീലിൽ തന്നെ കാണാൻ പറ്റുന്ന, ഓരോ എപ്പിസോഡ്സും ഓരോ സിനിമയായിട്ട് കാണുന്ന, സ്റ്റാർട്ട് ടു എൻഡ് ഒരു ഫീൽ ഏൽപ്പിക്കുന്ന പോലത്തെ ഒരു
സംഭവമാണ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ. അതെ, സിനിമ കാണുന്ന പോലെ തന്നെ ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. അജു വർഗീസിനെ കുറേ കാലത്തിന് ശേഷം കുറേ ചിരിച്ചു. അജുവിൻ്റെ ഒരു ഭയങ്കര രസമുള്ള പഴയ നിവിൻ്റെ ഒക്കെ കൂടെ നടന്ന സമയത്തുള്ള ഹ്യൂമർ പോലത്തെ കുറേ സീക്വൻസസ് വന്നു. നീരജ് മാധവ് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ അവതാരം. പിന്നെ ഈ പറഞ്ഞ അച്ഛന്മാരും അമ്മമാരും എല്ലാവരും ഗംഭീരമായിരുന്നു. സിനിമ കാണുന്ന പോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ കണ്ടുകൊണ്ടിരുന്നു. ഇനി ബാക്കിയുള്ള എപ്പിസോഡ്സ് 28th സ്ട്രീമിംഗ് എന്തായാലും കാണും. കൺഗ്രാജുലേഷൻസ് ടു വിഷ്ണു രാഘവ്, പിന്നെ രഞ്ജിതേട്ടനും ഓൾ ടീം. ഭയങ്കര രസമുണ്ട് തിയേറ്ററിൽ ഇരുന്നത് കാണുമ്പോൾ. 4 എപ്പിസോഡുകൾ ഒരുമിച്ച് കണ്ടിട്ടും അത്രയും സമയം ഉണ്ടായിട്ടും എല്ലാവരും ഇരുന്ന് കണ്ടു രസിച്ചു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരുടെയും ഭയങ്കര നല്ല പെർഫോമൻസാണ്. നീരജിൻ്റെ ആയാലും അജുവേട്ടൻ്റെ ആയാലും ഗൗരിയുടെ ആയാലും ആൻ്റെ ആയാലും കിരൺചേട്ടൻ്റെ ആയാലും ചേച്ചിമാരായാലും എല്ലാവരും നല്ല പെർഫോമൻസസാണ്. നമ്മൾ കുറേ കാലത്തിന് ശേഷം കാണുകയാണ് ഇപ്പോൾ. 4 എപ്പിസോഡ് കണ്ടപ്പോൾ ഭയങ്കര രസമുണ്ട്. ഭയങ്കര ഫ്രഷ് ഫീലിൽ തന്നെ ഇരുന്ന് കാണാൻ പറ്റി. അപ്പോൾ ആൾക്കാർ എൻജോയ് ചെയ്യുന്ന അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും 28-ന് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങും. 6 എപ്പിസോഡും കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു. നല്ല ഫൺ സീരീസ് ആയിരുന്നു. റിയലി എൻജോയ്. പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം എവറി ക്യാരക്ടർ ഹാഡ് എൻ എസൻസ് ഓഫ് കോമഡി ടു ദെം. ആൻഡ് പേരൻസിൻ്റെ ക്യാരക്ടേഴ്സ് എസ്പെഷ്യലി ഭയങ്കര ഫണ്ണി ആയിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും കാണണം. It was very funny. I really loved it. I was laughing all the way through. It was nice. I'm waiting to watch the last 2 episodes. ആക്ച്വലി നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. വാശി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാശിയിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര എൻ്റർടൈനിങ്, ഭയങ്കര എൻഗേജിങ് ആയിട്ട് നിന്നു. 4 എപ്പിസോഡല്ല നമ്മൾ കണ്ടത്. 4 എപ്പിസോഡും അങ്ങനെ ബ്രേക്ക് ഇല്ലാതെ കണ്ടേ. പക്ഷെ ഞങ്ങൾ അത്രയും തന്നെ നേരം എൻഗേജ്ഡ് ആയിട്ടും എൻ്റർടൈൻഡ് ആയിട്ടും നിന്നു. അജു ചേട്ടൻ്റെയൊക്കെ ക്യാരക്ടർ നല്ല ഭയങ്കര പൂക്കി അജു ചേട്ടൻ ഇതിൽ. അപ്പോൾ അതൊക്കെ ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. പിന്നെ നീരജ് ചേട്ടൻ്റെയും ഗൗരി ചേച്ചിയുടെയും കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ഈ പറഞ്ഞ മാതിരി നീരജ് ചേട്ടൻ്റെയും ഗൗരി ചേച്ചിയുടെയും കോമ്പിനേഷൻ, ആ കെമിസ്ട്രി ഭയങ്കര ക്യൂട്ടായിരുന്നു. അതേപോലെ അജു ചേട്ടൻ്റെയും ആൻ്റെയും ആർക്ക് പോകുന്നതും ഭയങ്കര രസമായിട്ട്, പുള്ളിയുടെ ആ ക്യാരക്ടർ ആർക്കും ഭയങ്കര രസമായിട്ട് തോന്നി. ഓവറോൾ ഭയങ്കര രസമായിരുന്നു. ആ കണ്ടിരുന്ന സമയം പോകുന്നത് അറിഞ്ഞില്ല. ഭയങ്കര ക്യൂട്ട് ആൻഡ് എൻ്റർടൈനിങ് ആയിരുന്നു. എങ്ങനെയുണ്ട് പ്രിവ്യൂ കണ്ടിട്ടുള്ള അഭിപ്രായം എല്ലാവരുടെയും? അല്ല, അടുത്ത സുഹൃത്തുക്കളാണ്. ഇപ്പോൾ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയാൻ സ്വാതന്ത്ര്യമുള്ളവരാ. പക്ഷേ എല്ലാവർക്കും വർക്കാവുന്നുണ്ട്. അല്ല, ഇത് ആ സമയത്ത് ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനെ വെബ് സീരീസ് കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞായിരുന്നു. ഇത് റോം കോം ആയതുകൊണ്ട് തിയേറ്ററിലേക്ക് പോകണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ നമ്മൾ വെറുതെ പിച്ച് ചെയ്ത് നോക്കി. അവരാദ്യമേ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ എന്നാൽ വൈ നോട്ട് വെബ് സീരീസ്? നമുക്കറിയില്ലല്ലോ വെബ് സീരീസിൻ്റെ എന്താണ് ഫ്യൂച്ചർ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആയപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അടുത്ത സിനിമ തന്നെയാണ്. അല്ല, ഞാൻ പറയാറായില്ല. അതിലേക്ക് പ്രൊജക്റ്റ് ഓൺ ആയിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഞാൻ താല്പര്യം അവിടെ ആയതുകൊണ്ടും മറ്റത് അങ്ങനെ ഓർക്കാറ് പോലും ഇല്ല. സത്യം പറഞ്ഞാൽ ഫുള്ളി ഇത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. താങ്ക് യു. ഓ അതെ. അടുത്ത ഇപ്പം 4 എപ്പിസോഡേ കാണിച്ചിട്ടുള്ളൂ. അടുത്ത 2 എപ്പിസോഡ് കുറച്ചുകൂടെ ഇൻറ്റൻസ് ആണ്. ഇപ്പം ഈ ഇത്രയും നേരം കണ്ടിരുന്ന ഹ്യൂമറിന് കുറച്ചൊക്കെ മാറി. ഹ്യൂമർ ഇല്ലാന്നല്ല, ഹ്യൂമറിനോടൊപ്പം വേറെ കുറേ ഇമോഷൻസ് പാരലി പോകുന്നുണ്ട്. ആ 2 എപ്പിസോഡും കാണിക്കാൻ ആഗ്രഹമുണ്ട്. നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ ഹോട്ട്സ്റ്റാർ സമ്മതിക്കില്ല. അതെ, നമ്മൾ ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വെബ് സീരീസ് ആയാലും സിനിമ ആയാലും നമുക്ക് ഒരേപോലെയാണല്ലോ. ഇത് ആദ്യം ശരിക്കും പറഞ്ഞാൽ സിനിമയാക്കാൻ വേണ്ടി തന്നെ ആലോചിച്ചതാണിത് സിനിമ. അപ്പോഴാണ് പിന്നീട് ഇത് നമ്മൾ കുറച്ചുകൂടെ നമുക്കൊരു വെബ് സീരീസ് ആക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ കഥ പറയാനൊരു പൂർണ്ണതയ്ക്ക് നമുക്ക് മറ്റേ കുറേ കാര്യങ്ങൾ നമുക്ക് ഒരു 2 മണിക്കൂറിൽ ഒതുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു 3 മണിക്കൂർ ലെങ്ത് ആകുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെബ് സീരീസ് എന്ന് പറയുന്നത് ഒരു പുതിയ അനുഭവമാണ്. എനിക്ക് പണ്ട് തൊട്ടേ നമ്മൾ ഈ പറയുന്ന ഇതിലൊക്കെ കഴിയുമ്പോൾ പല ചാനൽസിലും നമ്മളിത് കാണുകയും അത്തരം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്കൊരു വെബ് സീരീസിനോട് ഒരു ഇഷ്ടമുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എല്ലാം ഒരു ത്രില്ലർ സ്വഭാവമുള്ളതാണല്ലോ. നമ്മൾ സാധാരണക്കാരുടെ കഥ പറയുന്ന സാധനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ മലയാളികൾക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്താലോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഇതൊരു വെബ് സീരീസിലേക്കുണ്ട്. അപ്പോൾ ഞാൻ കാണുമ്പോൾ മുഴുവൻ ടോട്ടൽ ത്രില്ലറുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോട്ട്സ്റ്റാറിലെ ദിലീപുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുന്നു. പിന്നെ അതിൻ്റെ മുകളിലോട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അതൊരു വെബ് സീരീസായിട്ട് മാറുകയാണ്. അപ്പോൾ
മാറിയപ്പോഴും നമ്മൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു വിഷമമാണ്. ഒരാൾ ദുബായിൽ കഷ്ടപ്പെടുകയും അയാളുടെ ഒരു വീടെന്ന് പറയുന്ന സ്വപ്നമൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കഥ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് നീരജിനെ വിളിക്കുന്നു, അജുവിനെ വിളിക്കുന്നു, ഗൗരി, പിന്നീട് ഒരുപാട് ആളുകളെ നമ്മൾ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന എല്ലാവരും, ക്യാരക്ടർ വേഷങ്ങൾ ചെയ്ത് ഉൾപ്പെടെയുള്ളവരെ നമ്മൾ ആ സമയത്ത് കണ്ടെത്തുകയായിരുന്നു. അവരൊക്കെ ഇന്ന് നമ്മൾ പൊന്മാനിലേക്ക് വന്ന് ആനന്ദകം വന്ന് വളരെ വലിയ ആർട്ടിസ്റ്റായിട്ടുണ്ട്. പക്ഷേ നമ്മൾ അന്ന് അവരെയൊക്കെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അവരൊക്കെ വളരെ ഗംഭീരമായി പെർഫോം ചെയ്യുകയുണ്ടായി. പിന്നെ എല്ലാവരും നിങ്ങൾക്കറിയാമല്ലോ, കണ്ടിട്ട് സന്തോഷമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ബൈറ്റൊക്കെ കൊടുക്കുകയും എല്ലാവരും പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ. പ്രത്യേകിച്ച് നമുക്ക് നല്ലത് പ്രേക്ഷകരോട് നീതി പാലിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഒരു നിർമ്മാതാവിൻ്റെ കടമ. അത് കഴിവതും ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതിനുള്ള എല്ലാ ശ്രമവും ഉണ്ടാവും. അപ്പോൾ അത് ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നിങ്ങൾ കണ്ടിട്ട് പറയുക. എന്താ വെച്ചാൽ എന്തായാലും ഗംഭീരമായൊരു വെബ് സീരീസാണ് എന്ന് എല്ലാവരും പറയുന്നു. അതിൽ സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരും ഇത് ഡയറക്റ്റ് ചെയ്ത വിഷ്ണു രാഘവനാണെങ്കിലും ഒക്കെ, വിഷ്ണുവൊക്കെ വളരെ ഗംഭീരമായ ഒരു ചെറുപ്പക്കാരനാണ്. ഇതിൻ്റെയൊക്കെ കഥ എഴുതിയും തിരക്കഥ എഴുതിയും മറ്റേ സംവിധാനം ചെയ്തൊക്കെ വിഷ്ണുവാണ്. വിഷ്ണുവിൻ്റെ ഒരു വളരെ നല്ല ഒരു കഴിവാണ്. ആളിനെ കൊണ്ട് പെർഫോം ചെയ്യിക്കാനുള്ളൊരു കഴിവ് അത് ഗംഭീരമാണ്. അതുപോലെ ഇതിനകത്തൊരു കലാസംവിധായകൻ്റെ ഒരു ഗംഭീര വർക്കുണ്ട്. അത് ശരിക്കും നമ്മൾ കണ്ടേ പറ്റുള്ളൂ. കാരണം ഇതിനകത്തൊരു വീടാണ് പ്രധാന കഥാപാത്രം. വീടിൻ്റെ തറ കെട്ടുന്നത് തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഈ പറയുന്ന ടൈമിൽ ഉണ്ടാക്കിയതാണ്. എല്ലാം ഗംഭീരമായി ചെയ്ത ഒരുപാട് ടെക്നീഷ്യൻസിൻ്റെ ഇതുണ്ട്. മെയിൻ ടെക്നീഷ്യന്മാർ കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. എല്ലാവരും നന്നായി സഹകരിച്ചുകൊണ്ട് ഒരു നല്ല വെബ് സീരീസ് ആയിരിക്കും. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ മാർച്ച് മാസം എന്ന് പറയുമ്പോൾ കേരളത്തിൽ എല്ലാവർക്കും അറിയാം നോയമ്പ് കാലമാണ്, പരീക്ഷാക്കാലമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് പ്രൊമോഷൻസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എമ്പുരാൻ റിലീസിനോടൊപ്പം നമ്മൾ അതിൻ്റെ ട്രെയിലറ് കാര്യങ്ങൾ ബാക്കിയുള്ളത് മുമ്പോട്ട് വരും. പിന്നെ നമ്മൾ എമ്പുരാൻ്റെ കണ്ടിന്യൂഷൻ റിലീസുണ്ട്. അപ്പോൾ ഒരു ഗംഭീര സിനിമ ഉണ്ടാക്കാനുള്ള ബാക്കിയുള്ള പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും പ്രേക്ഷകരോട് നീതി പുലർത്തണം എന്നുള്ളതാണ് ആഗ്രഹം. അത് നിങ്ങൾ കണ്ടിട്ട് പറയുക. പക്ഷേ നമ്മളെന്തായാലും മാക്സിമം എല്ലാ കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഒരു ഗംഭീര സിനിമയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, തീർച്ചയായിട്ടും അതല്ല, അത് മാത്രമല്ല. കാരണം വെച്ചാൽ അത് എനിക്ക് അല്ലെങ്കിൽ തന്നെ നടക്കുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ഇതിനകത്ത് കുറച്ച് ടെക്നിക്കൽ വർക്കുകളുണ്ട്. ആ ടെക്നിക്കൽ വർക്കുകളുടെ ലാസ്റ്റ് ഘട്ടത്തിൽ ഇപ്പം നിൽക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും നമുക്ക് കാണത്തക്കമുള്ള കാര്യങ്ങളായിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അത് നല്ലതിന് വേണ്ടിയാണ്. അത്രയും ഡിലേ ആയി കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതിന് വേണ്ടി മാത്രമാണ്. അതിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് എല്ലാവരും കൂടെ ഉണ്ട്. നമ്മൾ ഇതേ പ്രേക്ഷകർ നിങ്ങൾ കണ്ടിട്ട് അത് പറയും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.